إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 45 46 രണ്ട് വചനങ്ങൾ അതിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ ثم أرسلنا موسى وأخاه هارون പിന്നെ നാം അയച്ചു മൂസ നബി അലൈഹിസ്സലാമിനെ അയച്ചു വഅഖാഹു ഹാറൂൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അയച്ചു എന്ന് പറഞ്ഞാൽ മുന്നായത്തിൽ അല്ലാഹു വിശദീകരിച്ചു തുടരെയായി തുടർച്ച ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് റസൂലുമാരെ അയക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ചയായി വലിയൊരു പ്രവാചകനായി അറിയപ്പെടുന്ന മൂസ നബിയുടെ പേരെടുത്തു പറയുകയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചതായിട്ട് പറയുകയാണ്. ബിയായാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിന് 9ഓളം ദൃഷ്ടാന്തങ്ങൾ മുഅ്ജിസത്ത് അല്ലാഹു കൊടുത്തിരുന്നു. അതിലൊന്നാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി പാമ്പാക്കുക എന്നുള്ളത്. അതുപോലെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. വ്യക്തമായ അധികൃത രേഖയും കൊണ്ട് ആ ഫിർഔനിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഫിർഔനിന്റെ അടുത്തേക്ക് ആ പ്രമുഖ സംഘത്തിന്റെയും ആ ഫിർഔനിന്റെ ആ കൊട്ടാരത്തിലുള്ള പ്രമുഖരുടെ അടുത്തേക്ക് പ്രധാനികളുടെ അടുത്തേക്കും ഫിർഔനിന്റെ അടുത്തേക്കും മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും പ്രബോധന ദൗത്യവുമായി അല്ലാഹു പറഞ്ഞയച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതേസമയം അവരുടെ നിലപാടെന്താണ്? അപ്പോൾ അവർ കിബർ നടിക്കുകയാണ് ഉണ്ടായത്. ഒരിക്കലും ഈ പ്രവാചകന്മാരെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ കിബർ നടിച്ചു. വകാനൂ ഖൗമൻ അവരൊരു ജനതയായിരുന്നു. ആലീൻ പൊങ്ങച്ചക്കാരായ സ്വന്തം അധികാരത്തിന്റെയും ആഢ്യത്വത്തിന്റെയും ധനത്തിന്റെയും പേരിൽ പൊങ്ങച്ചം നടിക്കുന്ന ഒരു ജനതയായിരുന്നു. ബനീ ഇസ്രായേലുകളെ അടിമകളാക്കി അവരുടെ കീഴിൽ പണിയെടുപ്പിക്കുന്ന ഒരു ജനതയായിരുന്നു കിബിത്തികൾ എന്ന് പറയുന്ന ഫിറഔനിന്റെ സമുദായം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർ ഒരു പൊങ്ങച്ചക്കാരായ ജനതയായിരുന്നു. അതുപോലെ അവർ കിബർ നടിക്കുകയാണ് ഉണ്ടായത്. സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ടായത്. മുൻ സമുദായത്തിലെ ജനങ്ങൾ അവിശ്വാസികളായ കദിബീങ്ങൾ കാണിച്ച അതേ നടപടിക്രമങ്ങൾ ഇതാ ഇവിടെയും ഫിറഔൻ കൂട്ടരും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി മുൻഗാമികളുടെ വിശ്വാസം എന്താണെന്ന് അതിന്റെ നെല്ലും അതിലും വേർതിരിച്ചു നൽകുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.